നമസ്കാരം. ഇത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുതിയ വാർഡ് 44-ാം വാർഡിലെ ആശ്രയ അഗതി മന്ദിരത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ടൈമിൽ ഇവിടുത്തെ മെമ്പർ ഞാനായിരുന്നു. എൻ്റെ സുമേഷ് എന്നാണ്. ഏകദേശം 33ഓളം അമ്മമാർ, വിവിധ ജാതിമത ഭേദമന്യിട്ടുള്ള അമ്മമാർ, അച്ഛന്മാരുൾപ്പെടെ ആശ്രയ കേന്ദ്രമാണ് ഈ കാണുന്ന അഗതി മന്ദിരം. ഏകദേശം ഒരു 10 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് വാടക കെട്ടിടത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറണം എന്നാണ് ഒരു ഗവൺമെൻറ് റൂള്. തീർച്ചയായും വലിയൊരു തുക വേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പറയുന്നതൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനയും വേണം. എങ്കിൽ മാത്രമേ നിരവധി ഇത്തരത്തിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും അവരുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടും നോക്കി നമുക്ക് അവരുടെ ജീവിത കാലഘട്ടങ്ങൾ മുഴുവനും വേണ്ട സഹായം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായാഭ്യർത്ഥനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് ഗുരുജിയാണ് ഇതിൻ്റെ മേൽനോട്ടം. അപ്പോൾ ഗുരുജിക്ക് 2 വാക്ക് സംസാരിക്കുന്നത്. നമ്മുടെ ഈ അച്ഛനമ്മമാർക്ക് ഒരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം 5 വർഷത്തിൽ കൂടുതൽ വാടക കെട്ടിടത്തിൽ ഗവൺമെൻറ് ഒന്നും അനുവദിക്കുന്നതല്ല. മറ്റ് സ്ഥലം മേത്തലപ്പാടത്ത് ഓൾറെഡി 18 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം തീർച്ചയായും ആവശ്യമാണ്. അതിന് ഒന്ന് മനസ്സ് കൊടുത്താൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ആരോഗ്യമില്ലാത്ത അച്ഛനമ്മമാരെ സമ്പൂർണ്ണമായി സംരക്ഷിക്കാൻ സാധ്യമാകുന്നതാണ്. അതിനൊരു വലിയ മനസ്സുണ്ടാകട്ടെ, ആ സ്നേഹം നിലനിൽക്കട്ടെ. ഇവിടെ വരാനും ഇവരെയൊക്കെ ഒന്ന് കാണാനും നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണം. അതിനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആശ്രയം അഗതി മന്ദിരത്തിലെ അന്തേവാസികളെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. 60 മുതൽ 100 വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇവിടുത്തെ നമ്മുടെ അച്ഛനമ്മമാരും ഉമ്മമാരും ഉപ്പമാരും. അവരിപ്പോൾ വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ 6 വർഷങ്ങളായി കഴിഞ്ഞുകൂടുന്നത്. 32 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണത്. മറ്റ് ബന്ധുക്കളോ സ്വന്തക്കാരോ അവർക്കില്ല. അവർക്ക് ഏക ആശ്രയം നമ്മളാണെന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, അവർക്ക് ഇനിയൊരു പാർപ്പിടം ഉണ്ടാക്കി നൽകുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ ഭൂമി ഇപ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ മേത്തലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് 18.5 സെൻറ്റ് ഭൂമി ഈ ആവശ്യത്തിനായി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരും അവശരും ആരോരുമില്ലാത്തവരാണ് അവർ. മനോവൈകല്യം അനുഭവിക്കുന്നവരും അംഗവൈകല്യം സംഭവിച്ചവരും രോഗങ്ങളാൽ വിഷമിക്കുന്നവരും ആണവർ. അവർക്ക് നമ്മൾ മാത്രമാണ് ഒരു തുണയായിട്ട് ഉള്ളത്. ആരോരുമില്ലാത്ത ഈ അച്ഛനമ്മമാർക്ക് ഒരു വീട് വെക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു തരണം. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തുറന്നുള്ള ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ അതല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനോ എല്ലാവർക്കും സഹായിക്കാനാകുമല്ലോ. അവരിലേക്കും ഈ സന്ദേശം എത്തിക്കാനും വലിയൊരു അനുഗ്രഹമായി മാറാനും സഹായകരമാകുന്നതാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് നിങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുക.